Watch full episodes on Jio Hotstar. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും മനോഹരമായ സിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ചങ്കേന്റെ ബ്രോ നിന്നെ ഇത് പോലീസിന്റെ സൈറനല്ലേ? എന്തോ തെറ്റ് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയധികം പോലീസ് വണ്ടി ഏതോ വലിയ ക്രിമിനൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരായാലും ശരി, സറണ്ടർ ആവേ. ആ കോഹിനൂർ ഡയമണ്ട് തിരിച്ചു തരൂ, ഇല്ലെങ്കിൽ ഇന്നത്തോടെ നിന്റെ കഥ ഞങ്ങൾ തീർക്കും. പുറത്തേക്ക് ഇറങ്ങി കൈ കൊടുത്ത് നിൽക്ക്, പെട്ടെന്നാവട്ടെ. എന്റെ ചങ്കേന്റെ ബ്രോ, എനിക്കെല്ലാം മനസ്സിലായി. കള്ളൻ ഡയമണ്ട് കൊള്ളയടിച്ചിരിക്കുകയാണ്. അവരെങ്ങോട്ട് പോയി? അവർ രക്ഷപ്പെടുത്തു, പിടിക്കവര്. ചിങ്കം സാറേ, ഒന്ന് മാറിക്കേ. നമുക്കിട്ട് പണി കിട്ടി. മോട്ടു പത്തില് നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെയാ? കള്ളന്മാര് കോഹിനൂർ ഡയമണ്ട് കൊള്ളയടിച്ചിട്ട് ഓടുക. മോട്ടു പത്തില് എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങൾ വേഗം വാ, വേഗം. വലിയേട്ടാ, കോഹിനൂർ രത്നം നമ്മുടെ ദേശത്തിന്റെയാണ്. അത് മോഷ്ടിച്ചാർക്കും തന്നെ കടന്നു കളയാൻ പറ്റില്ല. ഞാനിതാ എത്തിപ്പോയി വലിയേട്ടാ. പത്തലു വരൂ. അയ്യോ, ഈ പൈപ്പ് കട്ടായി പോയല്ലോ. അവരെന്താ അങ്ങനെ പറക്കുന്നത്? ഓ നോ! കൂട്ടുകാരെ, ഞങ്ങളിതാ എത്തി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്നിട്ട് മോട്ട് പറയാതെ പേടിക്കണ്ടാണ്. ഓടിക്കോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കൊള്ളാം, എന്ത് നല്ല ഐസ്ക്രീം. ഇല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? മെഷീൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ് മോട്ടു. എന്നെ രക്ഷിക്കൂ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി കേക്ക് വാങ്ങിട്ട് വരാം. ശരി മോളെ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. സൈഡിലേക്ക് മാറിക്കോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ നമുക്ക് ഈ മോട്ട് കാരണം പ്രശ്നങ്ങളില്ലാത്ത ദിവസമേ ഉണ്ടായിട്ടില്ല. മമ്മി, എന്റെ അമ്മോ മോട്ടു, ഒരു ചുവന്ന കാറിൽ ഒരു മോഷ്ടാവ് കുറെ ഡയമണ്ട്സ് മോഷ്ടിച്ച് പോയിരിക്കുകയാണ്. നമുക്കവൻ എങ്ങനെ പിടിക്കാൻ സാധിക്കും? എങ്ങനെ 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 എങ്ങനെ? പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ.
ഐഡിയ. മോട്ടു, കള്ളന്മാരെ പിടിക്കാൻ ഇനി നമ്മുടെ കയ്യിൽ ഒരു വഴിയേ ഉള്ളൂ. അതാണ് സൈക്കിൾ. മോനെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഈ സൈക്കിളോ? മോനെ ഈ സൈക്കിളിൽ പോയാ നമ്മൾ കള്ളന്മാരെ എങ്ങനെ പിടിക്കാനാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ ചെറിയ സൈക്കിൾ അല്ല, ഞാൻ പറഞ്ഞത് ആ 4 സീറ്റുകളുള്ള സൈക്കിളാണ്. ഞാൻ ആലോചിച്ചത് കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. എന്ത് സമൂസയോ? എന്നാൽ എന്റെ സംശയം, നിനക്ക് ആ സൈക്കിൾ ഫുൾ സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോന്നാണ്. ഓടിക്കാൻ പറ്റുമെന്നോ? സമൂസയ്ക്ക് വേണ്ടി ഞാൻ റോക്കറ്റ് വരെ ഓടിക്കും. പത്ലു വരൂ, എല്ലാവരും കയറി സൈക്കിളിലോട്ട് ഇരിക്ക്. സോറി വലിയേട്ടോ, സൈക്കിൾ തിരിച്ചു തന്നേക്കാം. സമൂസ 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 സമൂസ. ഡാഡി, ആ സൈക്കിൾ കണ്ടോ? നമ്മുടെ കാറിനേക്കാളും സ്പീഡുണ്ട് ആ സൈക്കിളിന്. ദാ പോകുന്നു റെഡ് കാർ. പോലീസുകാർ. നമുക്ക് അവരെ follow ചെയ്യണം. എന്റെ പത്രു, എന്തൊരു ഐഡിയ നീ തന്നിരിക്കുന്നത്. നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സൈക്കിൾ അത്ര പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ല. നോക്കി സൂക്ഷിച്ചു പോ മോട്ടു. പക്ഷെ ആ റെഡ് കാർ ഒരിടത്തും കാണുന്നില്ലോ. ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? ദേ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ അമ്മോ. ഐഡിയാണ് മോട്ടു. അല്ല, എവിടെ പോയാ കാറ്? ദേ പോകുന്നു. പത്ലു, ദേ കണ്ടില്ലേ ആ കാറ് പോകുന്നത്? ബോസ്, പോലീസിന്റെ കാർ ഇപ്പൊ വളരെ പിന്നിലാണ്. ഈ വരുന്നവന്മാരാരാണ്? കുറെ ആൾക്കാർ സൈക്കിളിൽ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഇവന്മാരെ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. മുന്നിൽ സിഗ്നൽ റെഡ് ആണല്ലോ. പക്ഷെ ഞാനിവിടെ വണ്ടി നിർത്താൻ പോകുന്നില്ല. ഇവന്മാർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. മോട്ടു സൂക്ഷിച്ച്. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? എന്റെ പൊന്നു സാറേ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കും. ഇയാൾ എവിടുന്നാ വന്നത്? ബ്രിഡ്ജിന്റെ മോളിൽ കൂടെ പോകാം. ഓക്കെ ബോസ്. അത് നോക്ക്, അവിടെ ഉണ്ട് ആ കാർ. ചേടാ, ഇവന്മാർ ഇപ്പോഴും നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ ബോസ്. കാറ് നിർത്ത്. ഓക്കെ ബോസ്. മനുഷ്യന്മാർക്ക് സൈക്കിൾ ഇത്രയും ദൂരം ഇത്രയും വേഗത്തിൽ ചവിട്ടാൻ പറ്റുമോ? ഇവരത്ര നിസ്സാരക്കാരല്ല. അവൻ ആരാണെങ്കിലും അവരെ ഞാൻ വരാൻ സമ്മതിക്കില്ല. ചേടാ, ഈ ബ്രിഡ്ജ് എങ്ങനെയാണ് ഓപ്പൺ ആയത്? ആരെങ്കിലും ഒന്ന് നിർത്ത് പ്ലീസ്. ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. ഇനി അവർക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല.
പത്തുലു ബ്രിഡ്ജ് തുറക്കുവാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടു, നീ ബ്രിഡ്ജിനെ കുറിച്ച് ഓർമ്മിക്കണ്ട. നീ സമോസയെ കുറിച്ച് മാത്രം ഓർമ്മിച്ചാ മതി. പൊളിച്ചേ. സമൂസേ, 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 സമൂസേ. വെറുതെ കാണിക്കുന്നേ, കണ്ണുപൊട്ടം വരാൻ തോന്നുന്നു. ഹലോ, ഇനി ഇവിടുന്ന് പോകാം. ഇനി അവന്മാരിങ്ങോട്ട് വരില്ല. അവര് ശരിക്കും റിയൽ ഹീറോസ് ആണ് ഡോക്ടർ ഡിസ്ട്രോയർ. വാവ്, ശരിക്കും പുലികൾ തന്നെ. എന്താതിരിക്കണോ? ആരാടിവന്മാര്? Allow me to introduce myself. I am Dr. Destroyer. Good job. നിങ്ങൾ ഏതെങ്കിലും സർക്കസ് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? ഡോക്ടർ ഡിസ്ട്രോയർ, ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പിന്നീട് പറഞ്ഞു തരാം. ആദ്യം ആ കോഹിനൂർ രത്നം തിരിച്ചു തരാൻ നോക്ക്. നീ മോഷ്ടിച്ചോണ്ട് പോകുന്ന ആ രത്നം. ഇന്നാ പിടിച്ചോ. പൊളിച്ചേ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വളരെ നല്ല. അല്ല, മുഴുവൻ ഡയലോഗ് പറഞ്ഞു തീർത്തില്ലല്ലോ. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അടിച്ചോടിക്കുമാരെ. മോട്ടു എണീക്ക്, അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നീ ആരാണെന്ന്. വരൂ. പോയി തല്ലവനെ. ഇതാ പിടിച്ചോ, സ്പെഷ്യൽ എഫക്റ്റ് ആണ്. ഇത് ബാസ്കറ്റ്ബോളായി. നിങ്ങൾ എന്തൊരു ശക്തിമാരാണ്. ശരിക്കും പൊളി. എന്തോന്നാണോ അവനെ ഇങ്ങനെ വെറുതെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? പോയി ചെന്ന് അവനെ വലിച്ചെറിയ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കാരണമാണ് എന്റെ ബോസ് എന്നെ അടിച്ചത്. ഞാനും നിങ്ങളെ വെറുതെ വിടില്ല. കലക്കി കലക്കി എന്റെ സിംഹക്കുട്ടികളെ. ശരിക്കും ഞാൻ കുടുങ്ങിയല്ലോ. എന്നെ വിട്ടേക്കൂ. എന്റെ രത്നം പോയി ചെന്ന് പിടിക്കാവന്മാരെ. Stop! എന്റെ കൂട്ടുകാരനെ പിടിക്കാൻ പോവാണോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. എത്തിയോ ഇവിടെ? നിനക്ക് ഇത്രയും ഹൈറ്റില് പേടി തോന്നില്ലേ? താഴോട്ട് നോക്ക്, താഴോട്ട് നോക്ക്. പോലീസ്. നമുക്ക് ഇവിടുന്ന് പോകാം. ഇവരെ നമുക്ക് പിന്നെ നോക്കാം. പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരിക്കെ. ബിഗ് ബോയ് എഴുന്നേക്ക്. നമുക്ക് പെട്ടെന്ന് പോവാം ഇവിടുന്ന്. വേഗം പെട്ടെന്നാവട്ടെ. ഓ നോ, ഇപ്പൊ എന്താ ചെയ്യാ? ഐഡിയ.
You are under arrest. ഞങ്ങൾ അറസ്റ്റ് ഒക്കെ സ്വീകരിച്ചോളാം. പക്ഷേ എന്റെ ബോസിന് ജയിലിൽ 5-star ഫെസിലിറ്റി ഒക്കെ കൊടുക്കണം. അതെ, നിന്റെ ബോസ് പോയിട്ട് ഇപ്പൊ കുറെ നേരമായല്ലോ. എന്നിട്ട് നീ ഇപ്പൊ ചോദിക്കുന്നു 5-star ആനുകൂല്യങ്ങൾ വേണമെന്നോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? സോറി, എന്നെ വെറുതെ വിടണം പ്ലീസ്. ഇങ്ങ് വാടാ, 5-star ഫെസിലിറ്റി അല്ലേ ചോദിച്ചേ, തരാം വാ. എനിക്ക് എന്റെ ബോസിന്റെ അടുത്ത് പോണം. ഇതാ വെച്ചോളൂ, കോഹിനൂർ രത്നമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് മേടിച്ചെടുക്കണം. വരൂ. ഒരു കുഴപ്പമില്ല, രത്നം ഞാൻ എടുത്തേ അടങ്ങൂ. ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.